അപ്പോൾ കൂട്ടുകാരെ, മറ്റൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? അടിപൊളിയല്ലേ എല്ലാവരും? ഓക്കെ, അത് കേട്ടാൽ മതി, ഒന്ന് ഉഷാറാവും എല്ലാവരും. ഓക്കെ, അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ പറയാനുള്ളത്, നമുക്ക് ആദ്യത്തെ ഹോം ഡെലിവറി, നമ്മളെ അനുഭവത്തിൽ ആദ്യത്തെ ഹോം ഡെലിവറി ആരായിരിക്കും എന്ന് നമുക്കൊന്ന് ഊഹിച്ചാൽ മനസ്സിലാവുന്നത്, നമ്മളെ വീടുകളിൽ പണ്ട് കൊട്ടയിൽ മീൻ ചുവന്ന് വന്നിരുന്ന അവരായിരുന്നു ആദ്യത്തെ ഹോം ഡെലിവറിക്കാർ. അതിനുശേഷം ഇപ്പോൾ ഹോം ഡെലിവറി ഒക്കെ മാറി എല്ലാതും ഹോം ഡെലിവറി, അതായത് ഫുഡ്, അതുകൂടാതെ ഇലക്ട്രോണിക്സ് ഐറ്റംസ് മിക്കതും ഹോം ഡെലിവറി. ഇപ്പോൾ നോക്കിയാൽ നമുക്ക് മറ്റൊരു അത്ഭുതം കൂടി ഇവിടെ സംഭവിക്കാൻ വേണം. എന്താണെന്ന് വെച്ചാൽ ഉച്ചയ്ക്ക് ചോറ് ഹോം ഡെലിവറി ആയി നമ്മുടെ അടുത്തേക്ക് വരുന്നു. അത് ആദ്യം തിരുവനന്തപുരത്താണ്, അത് കുടുംബശ്രീയുടെ അണ്ടറിലാണ് അത് തുടങ്ങിയിട്ടുള്ളത്. അത് ആദ്യം ഓഫീസുകളിലിടത്, ഭാവിയിൽ വീടുകളിലേക്ക് എത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നമുക്കതിൻ്റെ ഡീറ്റെയിൽ ഒന്ന് നോക്കാം. അതായത് ഉച്ചഭക്ഷണത്തിലായി ഹോട്ടലുകളെ ആശ്രയിക്കുന്ന ഓഫീസ് ജോലിക്കാർ ഉന്നമിട്ട് കുടുംബശ്രീയുടെ ഉച്ചയൂണ് വരുന്നു. കുടുംബശ്രീ ലഞ്ച് ബെൽ ഭക്ഷ്യപദ്ധതി തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. തുടക്കത്തിൽ സെക്രട്ടേറിയറ്റ്, നിയമസഭ, വികാസ് ഭവൻ, അതുകൂടാതെ ബാങ്കുകൾ, സ്വകാര്യ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിലേക്കാണ് ഉച്ചഭക്ഷണം വിതരണം ചെയ്യുന്നത്. കുടുംബശ്രീയുടെ പോക്കറ്റ് മാർട്ട് മൊബൈൽ ആപ്പ് വഴി രാവിലെ 7 മുതൽ ഓർഡറുകൾ സ്വീകരിച്ചു തുടങ്ങും. അതിൽ നമുക്ക് എന്തൊക്കെ വരുന്നു വെച്ചാൽ, ചോറും ഉണ്ടാവും, സാമ്പാറുണ്ടാവും, അച്ചാറുണ്ടാവും, കൂട്ടുകറി ഉണ്ടാവും, പുളിശ്ശേരി ഉണ്ടാവും എന്നിവ ഉൾപ്പെടെയുള്ള ലഞ്ചിന് 60 രൂപയുടെ ഈടാക്കാൻ തീരുമാനിച്ചിട്ടുള്ളൂ കുടുംബശ്രീ. അതുകൂടാതെ നോൺ വെജ് വിഭവങ്ങൾക്ക് ഏകദേശം 99 രൂപയുടെ നോൺ വെജ് വിഭവങ്ങൾക്കുള്ള റേറ്റ്. അതായത് നമുക്ക് ഓഫീസ് സമയത്ത് അനുസരിച്ച് ഒരു മാസം എന്നും ബുക്ക് ചെയ്യണമെന്നില്ല, ഒരു മാസത്തെ ഫുള്ള് വേണമെന്നുണ്ടെങ്കിൽ അതും ബുക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഈ ആപ്പിലുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് ഇത് വന്നത് ശ്രീകാര്യത്താണ് ഭക്ഷണം തയ്യാറാക്കുന്നത്. ഹരിതചട്ടം പാലിക്കുന്നതിൻ്റെ ഭാഗമായി പ്ലാസ്റ്റിക് കണ്ടെയ്നറുകൾ പരമാവധി ഒഴിവാക്കിയിട്ടുണ്ട്. സ്റ്റീൽ പാത്രങ്ങളിലാണ് ഈ ഭക്ഷണം നമുക്ക് ഓഫീസുകളിൽ ഇവർ വിതരണം ചെയ്യുന്നത്. അതിനുശേഷം ഉച്ചയ്ക്ക് ഒരു 2 മണിക്ക് ശേഷം ഇവർ തന്നെ വന്നിട്ട് നമ്മളെ പാത്രങ്ങൾ തിരികെടുത്ത് കൊണ്ടുപോകുന്നതാണ്. ഇപ്പോൾ ഈ പദ്ധതി ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത്, അല്ല കുടുംബശ്രീ തീരുമാനിച്ച് തിരുവനന്തപുരത്ത് മാത്രമാണ്. അപ്പോൾ വരും നാളുകളിൽ അത് മറ്റുള്ള ജില്ലകളിലേക്കും മാറുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ വരുന്ന ആളുകളിൽ നമ്മളെ വീട്ടിലേക്കും കുടുംബശ്രീയുടെ ഈ ഭക്ഷണം ഒറ്റ ക്ലിക്കിൽ എത്തുമെന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടു കൂടി നമുക്കിരിക്കാം. അപ്പോൾ ഇത്രയും ആണ് ഇപ്പോൾ കിട്ടിയ ഒരു ന്യൂസ് നിങ്ങളുമായി ഷെയർ ചെയ്തു എന്ന് മാത്രം. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.